ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. നാളെ 3 പേരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ ധ്യാനോട്ട് LKG പോകാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഡെയിലി റുട്ടീനിലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധ്യാനോട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി സമയമെടുത്തു. സത്യം പറഞ്ഞാൽ അവനായാലും ഞങ്ങളായാലും കുറച്ച് സമയമെടുത്തു. ഇപ്പോൾ രണ്ടുപേരും ഓക്കെയാണ്, അതുമായിട്ടെല്ലാം സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഫുൾ വിശേഷങ്ങളാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോയി. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ 5:15 സമയമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ഞാനും കണ്ണായിട്ട് എണീറ്റേക്ക്. ആ സമയത്ത് ഉറക്കം പിച്ചയിലായ കാരണം ഷോർട്സിന് വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്, ഇത് ലോങ് വീഡിയോ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഫോണ് വേഗം തിരിച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ കണ്ണേട്ടന് ഇതാ അവിടെ ഇരിക്കാൻ വേണ്ട. ആദ്യം ഞാനാണ് പോയത്, പിന്നെ രണ്ടാമത് കണ്ണേട്ടൻ. എനിക്കാണെങ്കിൽ ഈ നേരത്തൊക്കെ പുറത്തിറങ്ങാന്ന് വെച്ചാൽ അങ്ങനൊരു പേടി മീൻസ് ഈ നായേനൊക്കെയാണ് നല്ല പേടി. വല്ല പാമ്പൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത്ര പേടിയില്ല. പേടി വെച്ചാൽ കണ്ടാൽ മാറി നിൽക്കും. പക്ഷേ ഈ നായെന്ന് വെച്ചാൽ നല്ല പേടിയാണ്. അപ്പോൾ ഞാനാച്ചെങ്കിൽ മൂളിക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ വെച്ചാൽ മേലെ വന്നിട്ട് കുറഞ്ഞ എടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല നായശല്യം. അപ്പോൾ ഞാനതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ കണ്ണായിട്ട് ഫോൺ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പിന്നെ ഇതാ ബാത്റൂമിൽ പോയിട്ടൊക്കെ വന്നു, മുഖമൊക്കെ കഴുകി. അപ്പോൾ ഉറക്കത്തിന് എണീറ്റുള്ള ഒരു ഇതായ കാരണം ഇത്തിരി പ്രശ്നമുണ്ട്. മുടിയൊക്കെ കെട്ടി വെച്ചതിൻ്റെ വെട്ടിയിട്ട മുടികളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, അല്ലാത്തൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാണ്. കണ്ണേട്ടൻ പോയിട്ട് കിടന്നു കേട്ടോ. ഞാൻ കിടന്നില്ല. ഞാൻ 5:30ക്കാണ് അലാറം വെക്കാറ്. ഏകദേശം ഇപ്പം 5:30 ആവാറായി. അപ്പോൾ ഇനി കിടന്നുണ്ടെച്ചെങ്കിൽ വൈകും വിചാരിച്ചിട്ട് ഞാൻ കിടന്നില്ല. പിന്നെ നേരെ അടുക്കളയ്ക്ക് പോയിട്ടാണ്. അപ്പോൾ ഇതാ തുണികളൊക്കെ കിടക്കുന്നുണ്ട്. ലേറ്റ് ഇട്ടപ്പോൾ അവിടെ തുണികളൊക്കെ മഴക്കാലമായപ്പോൾ നമ്മൾ അകത്തും പുറത്തും എല്ലായിടത്തും അഴയ്ക്കാണ്. തുണികളാണെങ്കിൽ കിട്ടണ്ടേ. അപ്പോൾ അതൊക്കെ ഞാനൊരു ഈ ഭാഗത്തേക്കൊന്ന് മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്യണതിൻ്റെ അവിടത്തേക്കൊന്ന് മാറ്റി ഇട്ടിട്ട് വരാം. ക്യാമറ ഞാൻ ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളിനി അടുക്കള പണി തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കണ്ണേട്ടിന് മുട്ട പുഴുങ്ങാനായിട്ട് പാത്രമൊക്കെ നോക്കിയെടുക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങോട്ടടക്കും അങ്ങോട്ടടക്കും. എനിക്ക് രാവിലെ എണീറ്റ് അതന്നെ പണി. അങ്ങോട്ടടക്കും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒന്ന് മൈൻഡൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ടായിരിക്കണം. എനിക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തോന്നും. പിന്നെ ഇതാ മുട്ട എടുത്തുകൊണ്ടിരിക്കും. മുട്ട അച്ചെങ്കിൽ കവറിൽ കെട്ടി വെച്ചേക്കായിരുന്നു. അതാച്ചെങ്കിൽ ഊരാനും കിട്ടണില്ല. കുറച്ച് നേരം അതിനും പോയി സമയം. അത് എന്നിട്ട് അതാ ഊരിയിട്ട് ഇപ്പോൾ അതാ 2 മുട്ടയാണ് കഴിക്കുക. നമ്മൾ മുന്നേ ഇതേപോലെ ഡെയിലി വിശേഷങ്ങളിൽ കണ്ണായിട്ട് മുട്ട കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ചായ കുടിക്കണില്ല കേട്ടോ. അന്ന് ചായ കുടിച്ചായിരുന്നു, ഇപ്പം ചായ കുടിക്കണില്ല. അപ്പം ഞാനിതാ മുട്ടയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അത് പുഴുങ്ങാൻ വെക്കാൻ വേണ്ടി പോകും. അപ്പോൾ എന്തൊക്കെയോ അവിടെ താഴെ വീഴും, എന്തൊക്കെയോ നോക്കണമൊക്കെ ഉണ്ട്. ഫുൾ ഉറക്കം വരുന്നില്ല, പക്ഷെ ഒരു മന്ദപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കാണ്. പിന്നെ എന്താ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ അടുത്തത് ഇതാ ചോറിന് വെള്ളം വയ്ക്കാൻ ചെമ്പ് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ കാണാനില്ല. അപ്പോൾ അതാ ഇവിടെയാണ് സംഭവം ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ തലേദിവസം ചിലപ്പോൾ ഞാനാവും കൊടുത്ത് വെച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ ഏടത്തിയാവും, ചിലപ്പോൾ അമ്മയോ കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സാധനങ്ങളെ കണ്ടുപിടിക്കാൻ കുറച്ച് നേരം രാവിലെ പോവും. അപ്പോൾ ഇതിപ്പോൾ ചോറിന് വെള്ളം എടുക്കാൻ ചോറിന് അരിയിടാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ വരും. നിങ്ങൾ അപ്പുറത്തെ വശത്തേക്ക് നോക്കണ്ട കേട്ടോ. അവിടുത്തെ ഡ്രസ്സുകൾ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം വയ്ക്കാം. അതാ ഗ്യാസ് കത്തിച്ച്. അപ്പോൾ അതപ്പോൾ മുടിയൊക്കെ ഊരുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ താഴത്തേക്ക് ഇങ്ങനെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വട്ടോറത്തിൽ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എന്താ ഒരു പാക്കറ്റ് പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പിന്നെ നിന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോയ്ക്ക് ഒന്ന് കാണുന്നത്. എന്താ ഇത്ര നേരം നിന്ന് ആലോചിക്കണമെന്ന് എനിക്ക് അറിയണില്ല. എന്നിട്ടിപ്പോൾ അത് അവിടെ നിന്ന് എന്താ എടുത്ത് കയ്പ്പയ്ക്ക എടുത്തു. കയ്പ്പയ്ക്കയും ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെന്താ അവിടെ പോയി തുറന്ന് നോക്കണ്. അതിലെന്തെങ്കിലും പച്ചക്കറി ഉണ്ടോ എന്ന് നോക്കുകയാണ് ഫ്രിഡ്ജിൽ. അപ്പം അതിൽ മത്തങ്ങ ഉണ്ട് കേട്ടോ. മത്തങ്ങ എടുത്തു. കൂടെ അവിടെ തേങ്ങ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയുള്ളത് അതും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവലുണ്ടാക്കാൻ വേണ്ടി ധ്യാനൂട്ടനെ കഴിക്കാൻ. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി മുകളിലേക്ക് കെട്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പണികളിലെ തിരക്കാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുടി അഴിയണ്ടല്ലോ.
എന്നിട്ട് പിന്നെ കൈയൊക്കെ കഴുകി വന്നിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിൽ പച്ചക്കറി അരിയാൻ ഐറ്റംസിലേക്കൊക്കെ നിന്നത്. എനിക്ക് പിന്നെയും ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് വേണം, കൈപ്പക്കയിലേക്ക് വേണം തോന്നിയിട്ട്, അപ്പോൾ അതാണ് അതെടുത്തത്. പിന്നെ ഞാൻ എന്താ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെ എത്രയ്ക്ക് മാത്രം ചിന്തകളുണ്ട് അല്ലേ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അടുത്തത് എന്താണ്, ഈശ്വര എന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കണ് ഞാൻ, ഉറക്കം വരുന്നുണ്ട്, കൂട്ടുവായി വരുന്നുണ്ട്. അടുത്തത് എന്തിൻ്റെയൊക്കെയോ പാത്രം എടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്തപ്പോൾ അവിടെ ചെന്ന് നിൽക്കണ്, എന്തിനാ ഈ പാത്രം എടുത്ത്, ഇത് അരിയിടാൻ വേണ്ടിയിട്ട്. എനിക്കപ്പോൾ അലാറം അടിച്ചിട്ട്, അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്യണം. 5:30യുടെ അലാറാനല്ല, ഇത് 5:50ൻ്റെ അലാറാനാണ്. കുറേ അലാറാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, അപ്പോൾ അത് ഞാൻ ഓഫാക്കിയതാണ് കേട്ടോ. ഇനി അഥവാ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലൊക്കെ പെടുമല്ലോ. ഞാൻ അരി എടുക്കുക കേട്ടോ, അപ്പോൾ ആ ഒരു ബക്കറ്റിലാണ്, അരിയുടെ ഒപ്പം തന്നെ ആ ബക്കറ്റിൽ കണ്ണേട്ടന് കൊടുക്കാനുള്ള കടല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊണ്ടുപോകുന്ന കവറിൽ ധ്യാനൂട്ടിന് കഴിക്കാനുള്ള അവലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അരി കഴുകിയിട്ടില്ല കേട്ടോ, അത് അവിടെ വെച്ചേക്കാണ്, വെള്ളം ആവണേ ഉള്ളൂ. അപ്പം ഞാൻ ഉപ്പേരിക്ക് അരിയാണ് കേട്ടോ അടുത്തത്. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി വന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ, ഒരുപാട് ലെങ്ത് ആവുമല്ലോ വിചാരിച്ചിട്ട്. അരിയൊക്കെ കഴുകി വന്നപ്പോൾ വെള്ളം ചൂടായപ്പോൾ ഞാൻ അരി അതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിൻ്റെ മേലെ വെള്ളം വെക്കും കേട്ടോ, അഥവാ ഇനി ചോറിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെക്കും. അപ്പോൾ അത് ആണ് ഇപ്പോൾ ഞാൻ ഈ എടുത്ത് വരുന്നത്. പിന്നെ എന്താ അമ്മ എണീറ്റ് വന്നു. അപ്പോൾ അമ്മ പഴമുണ്ട്, പഴം പുഴുങ്ങാൻ വെക്കാമെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ എന്താ നോക്കിയായിരുന്നു, ഫ്രിഡ്ജിലായിരുന്നു പഴം, അല്ല പാല്, ഫ്രിഡ്ജിൽ നിന്ന് അമ്മ പാല് പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ പഴം ടേബിളിലുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ പുഴുങ്ങേണ്ട കാര്യം അമ്മ അപ്പുറത്ത് സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതായി എത്തി നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ എന്താ വെക്കുക, എൻ്റെ വെച്ചെങ്കിൽ ഉപ്പേരി അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഓഫാക്കണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വെള്ളം, അപ്പുറത്തെ ധ്യാനൂട്ടിന് കുടിക്കാനുള്ള വെള്ളം കുറച്ചുള്ളൂ. അപ്പോൾ അത് ഞാൻ അതിലുള്ളത് കുറച്ച് വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് വേറെ വെള്ളം എടുക്കുകയാണ് കേട്ടോ, വെള്ളം തിളപ്പിക്കുക കുറച്ച് വിചാരിച്ചിട്ട്. പിന്നെ ഇടയ്ക്ക് അമ്മ മുകളിൽ വെള്ളം കുറവാണ്, ഞാൻ പോയി മോട്ടർ അടിക്കുക, നീ മോട്ടർ ഇട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഞാനിതാ മുട്ട ഇറക്കി വെച്ചിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. പിന്നെ അതാ എൻ്റെ ഫോണിലിപ്പോൾ വീണ്ടും അലാറം അടിച്ചു, കണ്ണേട്ടനെ വിളിക്കാനുള്ള അലാറാണ്. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കട്ടെ. അപ്പം ഞാൻ ജസ്റ്റ് അടുക്കള ഭാഗത്തിരി അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്, കാരണം നമ്മളവിടെ വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് പഴമാണ് കേട്ടോ തിളയ്ക്കുന്നത്, പഴം അമ്മ പുഴുങ്ങാൻ വെച്ചത്. പിന്നെ അതാ വെള്ളം വെച്ചത്, അപ്പുറത്ത് ചോറും പിന്നെ ഇപ്പുറത്ത് ഇതൊക്കെ അരിയണുള്ളൂ ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. ഇനി അടുക്കളയിൽ നിന്ന് ഞാനിതാ റൂമിലേക്ക് പോവാണ്, കണ്ണേട്ടനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അച്ഛനും മോനും നല്ല ഉറക്കമാണ്. കണ്ണേട്ട എണീറ്റ് ഇതാ കുളിക്കാനൊക്കെ പോവാണ് കേട്ടോ. ക്യാമറ കണ്ട് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ധ്യാനോട്ട് എണീറ്റു കേട്ടോ. അവൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ആരെങ്കിലും വേണം, പിന്നെ ഉറങ്ങണ വരെ ആരെങ്കിലും വേണം. കണ്ണേട്ട ഉള്ള വരെ കണ്ണേട്ട ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് വരണം, വാശി പിടിക്കും. ഇപ്പോൾ ഉറങ്ങിയിട്ടോ, അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് പിന്നെയും വന്നതാണ്. അപ്പോൾ ഞാൻ ചോറ് ഇളക്കാനും എന്തായി അടുക്കളയിൽ നിന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്നിട്ടിപ്പോൾ ഞാൻ മുട്ടയൊക്കെ തോട് കളഞ്ഞ് കണ്ണേട്ടന് കഴിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. പഴം പുഴുങ്ങിയെന്ന് ഒരെണ്ണം എടുത്ത് വെക്കുന്നുണ്ട്, പക്ഷേ കണ്ണേട്ടൻ അങ്ങനെ കഴിക്കലില്ല പുഴുങ്ങിയ പഴമൊന്നും. എന്നാലും ഞാൻ ഒരെണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അതിൽ ഈ പാക്കറ്റിൽ അണ്ടിപ്പരിപ്പ് പറഞ്ഞു പറഞ്ഞാൽ ഞാനും എടുത്ത് കഴിച്ചു. പിന്നെ കടല കേട്ടോ, അതാട്ട കണ്ണേട്ടൻ രാവിലെ പോകുമ്പോൾ കഴിക്കാറ്. പിന്നെ ചായ ഒന്നും ഇപ്പോൾ കുടിക്കില്ല, ഇപ്പോൾ വെള്ളമാണ് കുടിക്കൽ. പിന്നെ അടുപ്പത്തുനിന്ന് വെള്ളം തിളച്ചപ്പോൾ ഞാനത് എടുത്ത് മാറ്റി, എന്നിട്ട് പിന്നെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പപ്പടം വറുക്കാണ് കേട്ടോ. അപ്പോൾ കത്തി കാണാനില്ല, ഞാൻ പപ്പടം മറിച്ചിടാൻ വേണ്ടി എടുത്ത കത്തി എടുത്തിട്ടാണ് എടുത്തി പോയത്. പിന്നെ ഞാനൊരു കമ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, എനിക്ക് കത്തി കൊണ്ട് എടുക്കുമ്പോഴൊന്നും കൂടി കറക്റ്റായിട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പപ്പടം വറുത്തിട്ട് ഉപ്പേരിക്ക് ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, സവാളയും പച്ചമുളകൊക്കെ. അപ്പോൾ അതൊക്കെ ആദ്യം ഇട്ടിട്ട് പച്ചമുളക് കേട്ടോ ഇടുന്നത്. ധ്യാനോട്ടം പിന്നെ എണീറ്റു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എന്തായാലും അവനെ ഉറക്കണില്ല, അവനെ എടുത്ത് വരാൻ വേണ്ടി പോവാണ് കേട്ടോ. ധ്യാനോനെ എടുത്തിട്ട് അപ്പോൾ പുറത്തേക്ക് വരികയാണ്. കണ്ണേട്ടത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോവാ.
ധ്യാനോട്ട് ഓണായി വരുന്നതന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും വീഡിയോ കണ്ടപ്പോൾ ലൈക്ക് പിന്നെ ബായ് ബ്രഷ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കേട്ടോ ബ്രഷ് ചെയ്യുക. അപ്പോൾ പുറത്തേക്ക് വന്നതാണ്. നോക്കുമ്പോൾ ധ്യാനോട്ടം വീഡിയോ കണ്ടപ്പോൾ ഫോൺ കണ്ടപ്പോൾ ഞാൻ എനിക്ക് എടുക്കണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് എൻ്റെ വീഡിയോ എടുത്താണ് കേട്ടോ അത്. പിന്നെ ധ്യാനോട്ടൻ്റെ സ്വഭാവമൊക്കെ ശരിയായിട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ചിറിയായിരുന്നു. എന്താ അറിയില്ല, ഭയങ്കര ചിറി. ഫോൺ നോക്കി അപ്പം ചിരിക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഈ ബ്രഷ് ചെയ്യണ സമയത്തൊക്കെ ഞങ്ങളുടെ വക ഡാൻസ് പാട്ട് അതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്നും പതിവും തെറ്റിയില്ല, ഞങ്ങളുടെ വക ഉണ്ടായിരുന്നു. മുഖം കഴുകണ സമയത്തായിരുന്നു കേട്ടോ. മുഖം കഴുകാൻ അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ അവന് മെയിനുള്ള സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിൽ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ മേത്തേക്ക് തുപ്പണം. അത് അവനൊരു മേത്തേക്ക് തുപ്പണത് ഒരു ആനന്ദകരമായ ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം ഞങ്ങൾ നീങ്ങിക്കും, പക്ഷേ ഇടയ്ക്കൊക്കെ മേത്തിങ്ങനെ തുപ്പും. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ ഡാൻസ്. ഇന്നത്തെ പല പല സ്റ്റേജിലും ഇതേപോലെ ഡാൻസ് ഉണ്ടാവാറുണ്ട്. ധ്യാനോട്ട് മുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ടോ റൂമിലേക്ക് ഓടുന്നത്. പിന്നെ ഞാൻ അടുക്കള എടുത്തേക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ എടുത്തിതാ നമ്മുടെ മത്തങ്ങ സാമ്പാറിലേക്ക് തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്തൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോ സ്വത്തുട്ടിക്ക് കൊടുത്തയക്കാൻ ചോറ് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ ഇതാ ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ വെന്തിട്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ നമ്മുടെ ഉപ്പേരി ഇതാട്ടോ. ഉപ്പേരിയും സെറ്റാക്കിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ അപ്പം ഞാനും അവനും തമ്മിലൊരു അടി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഫുഡ് ഉണ്ടാക്കണേക്കാട്ടിയും ബുദ്ധിമുട്ടാണ്. അതൊന്നും കഴിക്കില്ല പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കും. അപ്പം ഞാൻ അവനും കൂടിയിട്ട് അതിനെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റാൾ ഒരു കുഴപ്പമില്ല, ചോറ് മതി പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ചോറാച്ചെങ്കിൽ ഞാൻ ചൂടാറാൻ വെച്ചേക്കാം. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ കുളിക്കാനുള്ള ഡ്രസ്സും പിന്നെ അതേപോലെ അവൻ്റെ ബാഗൊക്കെ ഒതുക്കി വയ്ക്കാൻ വിചാരിച്ചു. തലേദിവസം സെറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അവനെ ഇടയ്ക്ക് എടുത്ത് തുറന്ന് നോക്കലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഇല്ലേ എന്നൊക്കെ ഒന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്ക് വന്നാട്ടോ. സ്കൂളിൽ പോയിട്ട് പപ്പടം കൂട്ടിയിട്ട് ഞാൻ ചോറിങ്ങാന്ന് പറഞ്ഞ ആൾ പെട്ടെന്നാണ് തീരുമാനം മാറ്റിയിട്ട് ഞാൻ ഓംപ്ലേറ്റ് ഇല്ലാണ്ട് ചോറിങ്ങില്ല എന്നാക്കിയത്. അപ്പം ഞാൻ അത് ഓംപ്ലേറ്റ് സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ ആയിട്ടോ, തള വന്നു, ഞാൻ ഓഫാക്കുകയാണ്. അപ്പോൾ അതും അപ്പുറത്ത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞാൽ അവലിൻ്റെ കാര്യത്തിലും രാവിലെ അവൽ കഴിക്കാമെന്ന് പറഞ്ഞാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തീരുമാനം മാറിയത് ഓംപ്ലേറ്റ് കൂട്ടിയിട്ട് ഞാൻ ചോറാണ് തിന്നണമെന്നുള്ളത്. പിന്നെ ഇത് സ്വത്തൂട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. മറ്റേ പഴവും പിന്നെ അതേപോലെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട്. ഇത് ധ്യാനൂട്ടന് കൊടുത്തപ്പോൾ അതും വേണ്ട പറഞ്ഞു. അവന് ഇന്ന് ചോറ് മതി എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. തീരുമാനങ്ങൾ പെട്ടെന്ന് മാറും ഞങ്ങൾക്ക്. പിന്നെ ഇത് അവൻ്റെ സ്നാക്സ് ബോക്സാണ് കേട്ടോ. ഇതിൽ കടല പിന്നെ 3 ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വന്നാൽ അറിയാം അതൊക്കെ കഴിക്കുമോ കഴിക്കില്ലേ എന്നുള്ളത്. ഇതിൽ ഞാൻ ഓംപ്ലേറ്റ് പിന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ബാഗിലാക്കി വെക്കണ ഒരു സമയമാണ് കേട്ടോ. അവൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചൂടാറാൻ വെച്ചേക്കാണെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇതൊക്കെ വേഗം ചെയ്യാറ്. പിന്നെ അതാ കൊച്ചു ടി വി ഒക്കെ വെച്ചിട്ട് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. അവൻ ഫുഡ് കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ പറയും എന്തെങ്കിലും വെച്ച് തരണം പറയും. അപ്പോൾ ഞാൻ ടി വി വെച്ച് കൊടുത്താണ് കേട്ടോ. പിന്നെ അതാ ചോറും ഓംലേറ്റും ഒരു കഷ്ണം പപ്പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അത് കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാമ്പാർ വേണം പറഞ്ഞിട്ട് പിന്നെ സാമ്പാർ കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. എനിക്ക് അവന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കുറേ നേരമൊന്നും അങ്ങനെ പോവില്ല കേട്ടോ. അവൻ വേണ്ടുന്നത് വേഗം കഴിച്ച് തീർക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ധ്യാനൂട്ടനെ അവിടെ തന്നെ ഇരുത്തിയിട്ട് ഞാൻ കുളിക്കാൻ പോകും. അവനെ ഞാൻ കഴിച്ച ഉടനെ അങ്ങനെ കുളിപ്പിക്കലില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിപ്പിക്കൽ. അപ്പം ആ നേരം കൊണ്ട് ഞാൻ കുളിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ തേക്കണ എണ്ണയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ട് എണ്ണയൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെ കുളിക്കാൻ പോയി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്രീമൊക്കെ തേക്കുകയാണ് കേട്ടോ. ധ്യാനൂട്ടൻ കുളിച്ചിട്ടില്ല. ധ്യാനൂട്ടൻ അവിടെ സുത്തൂട്ടിനായിട്ട് നല്ല കളിയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എൻ്റെ കുളിയും ഇപ്പം ഞാനിത് ആ ക്രീമൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് എൻ്റെ മേക്കപ്പ് ഇടലാണ് കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ധ്യാനൂട്ടനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് നിൽക്കുക. അപ്പോൾ അത് കണ്ണ് മേലെ ഞാൻ എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ താഴെ ഒന്നും എഴുതലില്ല, പക്ഷെ മേലെ ഞാൻ എഴുതും.
കുളിച്ചാലും ഒരു ഉറക്കമൊത്തമുള്ള കരഞ്ഞ പോലെയൊക്കെ തോന്നും എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ടെങ്കിൽ ചില സമയത്ത്. അപ്പോൾ ഞാൻ മേലെ കണ്ണെഴുതിയിട്ടാണ് പോവാറ്. പിന്നെ ഞാൻ ജസ്റ്റ് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക പൊട്ട് തൊടും. പിന്നെ ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഞാൻ ലിപ് ബാമാണ് തേക്കുക, അത് തേക്കും. പിന്നെ ഒരു സിന്ദൂരം സ്റ്റിക്കാണ്, അത് ഇതാക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ മേക്കപ്പൊന്നും ചെയ്യാറില്ല, സമയം ഉണ്ടാവില്ല, വേഗം ഇതങ്ങോട്ട് ചെയ്യും. ധ്യാനൂട്ടനെ ഇതാ കുളിപ്പിക്കാൻ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഓൺ വോയിസ് ശരിക്കും ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കണത് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല സൗണ്ട് നിങ്ങൾക്ക് ഒന്നും കേൾക്കാണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ അതിൽ പിന്നെയും സൗണ്ട് കൊടുത്താട്ടോ. പിന്നെ വെള്ളം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അവിടെ വെള്ളം ധ്യാനിന് കുളിക്കാൻ ചൂടാക്കേണ്ടതെന്ന് കേട്ടോ പറയണത്. നല്ല മഴയുള്ള ദിവസങ്ങളിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല തണുപ്പല്ലേ വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുക. എല്ലാ ദിവസങ്ങളിലൊക്കെ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടനോട് ഡ്രസ്സും മാറാൻ, അപ്പോൾ ധ്യാനൂട്ടൻ നിന്ന് ഡ്രസ്സും മാറട്ടെ. അപ്പം ഞാനിതാ ഇപ്പുറത്ത് നിന്നിട്ട് ഞങ്ങൾ കുളിച്ചിട്ട് ധ്യാനം കുളിപ്പിച്ചിട്ട് ബാക്കി കാണിച്ചു തരാട്ടാന്നൊക്കെ പറയാണ് കേട്ടോ. ഞങ്ങൾ കുളിച്ചിട്ട് വരാം, നേരം വൈകി, അതാണ് ഇത്ര നേരം സംസാരിക്കാണ്ടിരുന്നത്. ഓൺ വോയിസ് ഒക്കെ കൊടുത്തല്ലേ, ഇത്ര നേരം റൂമിലൊക്കെ ആയ കാരണം. അപ്പം അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ. ഇനി ധ്യാനം കുളിക്കുക, റെഡി ആവുക, കുറച്ച് മാമും കൂടിയും കഴിക്കുക, പോവുക. കുറച്ച് മാമു കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് വരാം. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. ഞങ്ങളുടെ കുളി കഴിഞ്ഞു, ധ്യാനുവിൻ്റെ കുളി കഴിഞ്ഞു, നമ്മുടെ ആദ്യം കുളിച്ചു. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് കാണാം അല്ലേ. അതാ വാലൊക്കെ തുറന്നു. അയ്യോ, കുളിച്ചിട്ട് ഓടട്ടെ. നേരം വഴുകി. നോക്ക്, കുറ്റിയിട്ടോ അവിടെ. അയ്യോ, ധ്യാനം എവിടെ? അതാ കുളിക്ക് കഴിഞ്ഞു. ഇനി ഞങ്ങള് ഡ്രസ്സ് മാറാൻ പോവാണ്. സ്കൂളിക്ക് പോണതിന്റെ മുന്നേ ഒരു ദിവസം ധ്യാനുവിന്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. ധ്യാനം ഇങ്ങനെ പറഞ്ഞിട്ട് ധ്യാനുട്ടനെ നമ്മളിതാ ക്രീം തേക്കാൻ പോവാണ്. ക്രീം തേച്ചാൽ ധ്യാനുട്ടൻ ആരാവും? സുന്ദരക്കുട്ടനാവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കേക്കുണ്ടോന്ന് അറിയില്ല. ക്രീം തേച്ചാൽ ധ്യാനുട്ടൻ സുന്ദരക്കുട്ടനാവും എന്നാണ് പറയുന്നത്. ഞങ്ങളിന്ന് മൈക്കൊന്നും എടുത്തിട്ടില്ല. മൈക്കൊന്നും എടുത്തിട്ട് പറയാനുള്ള സമയമില്ല. അത് കാരണമാണ്. ഇവിടെ എന്തോ കടിച്ചിട്ടുണ്ട്. തിരിയോ ഒന്നും കാണുന്നില്ല. അവനൊരു ടെൻഷൻ താഴെ കാണുന്നുണ്ടോന്നുള്ളത്. താഴെ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങള് ക്രീം തേക്കല്ലേ അല്ലേ. താഴെ ഞങ്ങൾ ഡ്രസ്സ് ഇടണുള്ളൂ. താഴെ ഒന്നും കാണുന്നില്ല. പുറത്ത് തേച്ചോണാ? ഇല്ല, അമ്മ തേക്കാം. ക്രീം തേച്ചുകൊണ്ടിരിക്കുകയാണ്. പറയൂ, നാട്ടൊന്നും ഇണ്ടാത്ത. നമ്മള് ഡ്രസ് ഇടാൻ പോവാണ്. ആദ്യം എന്താ ഇടുന്നത്? നമ്മള് ഞാനോന്റെ ട്രൗസറാണ് നമ്മൾ ആദ്യം ഇടുന്നത്. പുതിയ ട്രൗസർ ഞാനിട്ട്. അപ്പൊ ഈ ഒരു പാന്റാണ് കേട്ടോ, ബ്ലാക്ക് പാന്റാണ് ഇടുന്നത്. യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ അവർക്ക്. നമുക്ക് സിബിന് കളിക്കരുത് കേട്ടോ. അല്ലാണ്ട് തന്നെ അത് ഇതാക്കാൻ പറ്റും. സിബ് കളിക്കാൻ പാടില്ല കുട്ടികൾ. തരാനും. എത്ര ഉമ്മ വേണം? 2 ഉമ്മ. ശരി, തരാട്ടോ. ബസ്സിൽ പോകുമ്പോ ഉമ്മ വേണമെന്ന്. 2 ഉമ്മ. ഇപ്പൊ പോണത് എടുക്കണ്ടേ? സമയം ഒന്ന് ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. നേരം വൈകിയോന്ന് വീഡിയോ എടുക്കുന്ന തിരക്കില്. 8:30 ആയിട്ടോ. 8:30. നമ്മളിതാ കുപ്പായ ഇടാൻ പോവുകയാണ്. പിന്നെന്താ വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട. ക്രീം വെച്ചാലും ചന്ദനം ഇടണ്ടേ?
വേണ്ട. ചന്ദന അലർജിയാണ് ഞങ്ങൾക്ക്. സ്പ്രേ അടിച്ചു. സ്പ്രേ ഒന്നും വേണ്ട. ചൂടെടുക്കണം. ഫാൻ കട്ടാൻ ഇല്ല, ചൂടെടുക്കാതെ കാരണം ഞങ്ങള് ഫാൻ ഇട്ടു. സ്പ്രേ അടിച്ചതാ. ശരി, ഞാൻ അടിച്ചു തരൂ കേട്ടോ. നിങ്ങൾക്ക് അടിക്കാൻ തരില്ല. എനിക്ക് കിട്ടാൻ കിട്ടുന്നില്ലല്ലോ. വരൂ. പാപ്പയൊക്കെ ഫുള്ളും കഴിക്കണം കേട്ടാ. അന്നില് ഞാൻ കുത്തും തിരിഞ്ഞ് അപ്പൊ ധ്യാനുട്ടന്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു. കാണാനല്ലോ, ഇവിടേക്ക് നോക്കുക. ധ്യാനുട്ടന്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു. ഇനി ധ്യാനുട്ടൻ ചെരുപ്പ് ഇടുക, പോവുക, അത്രേ ഉള്ളൂ. ബാഗിലൊക്കെ ആക്കി പറയേ. ബാഗിലൊക്കെ ആക്കി അമ്മയുടെ വെച്ചിട്ടുണ്ട്. സ്വത്തുട്ടി ആദ്യം കുടിച്ചിട്ടാണ്. സ്വത്തുട്ടി ഒന്ന് റെഡി ആവാണ്ട്. ഞങ്ങളുടെ ഇന്ന് നേരത്തെ കഴിയും. ഞങ്ങക്ക് പിന്നെ ഉറക്കമില്ലാത്ത കാരണം. പിന്നെ എന്തോ സ്കൂളിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ ധ്യാനിട്ട് വേറൊരു വീഡിയോയില് വിശേഷം പറയൂട്ടോ. അവന്റെ സ്കൂൾ വിശേഷങ്ങള്. എന്റെ സ്കൂളിൽ ഫ്രണ്ട് ചേച്ചി ഉണ്ട്. അയ്യോ, അവന്റെ ഒരു ഫ്രണ്ട് ചേച്ചിയൊക്കെ ഉണ്ട്, ബസ്സിലെ ചേച്ചിയില്ലേ. അപ്പൊ അവൻ അതൊക്കെ പറഞ്ഞ് വേറൊരു വീഡിയോയില് അവന്റെ സ്കൂൾ വിശേഷങ്ങൾ അവൻ പറയണത് അവൻ വീഡിയോ. അമ്മ ദിവസം സ്കൂളിലേക്ക് അന്ന് കണ്ടില്ലേ അവിടെ സ്കൂളില് അവിടെ ഉള്ള ചേച്ചിയാ. പിന്നെ അവന്റെ വാച്ചൊക്കെ കേട് വന്നു. ആ കയ്യിൽ എന്താ ഉള്ളത്? അതിൽ കഴിച്ചുണ്ട്. കുറി വെക്കണ്ടെന്ന് പറഞ്ഞു ചന്ദന. ഞങ്ങക്ക് ഇടയ്ക്ക് ചില ദിവസങ്ങളില് വേറെ വേറെ സ്വഭാവങ്ങളാണ്. അപ്പോൾ ഇനി ഞങ്ങള് അമ്മ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അയ്യോ, ഫോൺ തട്ടിയത് ആഴല്ലേ. അപ്പൊ ഇനി പോകുമ്പോ ചെരുപ്പിട്ട് പോകുമ്പോ ഒരു വീഡിയോ എടുക്കാട്ടെ. ഞാൻ ഇനി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് സ്വത്തുട്ടി വരുമ്പോ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇറങ്ങുമ്പോ വീഡിയോ എടുക്കാട്ടോ. ഇനി ബൈ 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 ബൈ. ബെൽറ്റ് ഇടണ നടന്നോ, അവിടെ നിന്ന് ഇട്ടുതരാം. നടക്ക്. അവനത് ലൂസ് ഉണ്ട് പറയുന്നു. അപ്പോൾ അത് ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ഇതാ അവൻ്റെ ബാഗ് കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഈ ഫോൺ തന്നെ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. മൂക്ക് വരണ്ടെങ്കിൽ ബാഗിൽ കർച്ചീഫ് വെച്ചിട്ടുണ്ട്. വേണം അത് എന്തെയും മൂക്കിക്ക് ഇങ്ങനെ വലിച്ചു കയറ്റണേ. റൂമില് ധ്യാനന്റെ അലമാരിയുടെ അവിടെ ഉണ്ട്. ഇവിടേക്ക് എടുത്തിട്ട് വാ, അമ്മ ഇട്ടരാണെങ്കിൽ. പോവാൻ ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവും. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? കുട മടക്കി വെക്കും. ധ്യാനൂട്ടൻ കുട കൊണ്ടുപോകണില്ല കേട്ടോ. ധ്യാനൂട്ടൻ കുട കൊണ്ടുപോകണില്ല. കാരണം ധ്യാനൂട്ടൻ ബസ്സിലാണ്. അപ്പൊ ഇവിടുന്ന് വരെ അമ്മയുടെ കുടയിൽ പോയില്ലേ, മഴ ഉണ്ടിച്ചെങ്കിൽ. സുന്ദരനായിരുന്നല്ലോ. ഇന്ന് എന്താ പഠിച്ച് ഇന്നലെ? നമ്മുടെ കുട്ടി ഇന്നലെ പഠിച്ച ഓർമ്മ ഉള്ളത് പറ. യാത്രയാ വണ്ണും പിന്നെന്താ ഇങ്ങനെ അത് സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എ അതൊക്കെ ഇന്നലെ പഠിച്ചു ധ്യാനുട്ടെ. എന്നിട്ട് ടീച്ചർ ചോദിച്ചാ എഴുതി കൊടുക്കണം, പറയണം. ഓക്കെ. ഞാന് ഇപ്പൊ സങ്കടമൊന്നുമല്ല. സ്കൂളിലേക്ക് പോകാൻ നല്ല ഇഷ്ടല്ലേ. അപ്പൊ സങ്കടമൊന്നുമില്ല. അവന് ഫ്രണ്ട്സുകളുണ്ട്. ബസ്സിലെ ചേച്ചിമാരായിട്ടാണ് കമ്പനി. ബസ്സിലെ ചേച്ചി പറഞ്ഞു. ഞാൻ ഇന്നലെ ക്ലാസ്സിന് ഇന്നലെ തിങ്കളാഴ്ച ആയിരുന്നല്ലോ.
തിങ്കളാഴ്ച ക്ലാസ്സിൽ പോകുമ്പോൾ അവനെ ബസ്സിലെ ചേച്ചീനെ കാണാണ്ട് അവന് എൻ്റെ ചേച്ചീനെ കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ക്ലാസ്സിൽ ക്ലാസ്സിലത്തെ ഫ്രണ്ടിൻ്റെ പേരെന്താ? ഋഷിക. എന്ത്? ഋഷിക. ഋഷിക എന്നാണ് അത്ര. അപ്പോൾ ഏകദേശം നമ്മൾ പോകാൻ സമയമായിട്ടോ. നമ്മുടെ പാടത അവിടെ കാണുന്നു, മേലതാ നമ്മുടെ റോഡ് ഭാഗം കാണുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിൽ അലാറം അടിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. അവൻ്റെ ബാഗൊന്നും എടുത്തിട്ടില്ല. ബാഗ് എടുത്തിട്ട് ഇറങ്ങാൻ കേട്ടോ. ധ്യാനുട്ടന് വലിയ വിഷമം അങ്ങനെ ഇപ്പോൾ വിഷമമൊന്നുമില്ല, പോകണം എന്നുള്ളത് ഫ്രണ്ട്സ് ആ ഒരു ഇതൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ വിഷമ സങ്കടമൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഈ റോഡിലേക്ക് നമ്മുടെ ഈ ഭാഗത്തേക്കല്ല കേട്ടോ, ഈ കാണുന്ന മേലെ ആ റോഡിൻ്റെ ഭാഗത്തേക്കല്ല കേട്ടോ ബസ് വരിക. ഇവിടുന്ന് റൈറ്റിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു തടി അവിടെയാണ് വണ്ടി വരിക. അത്ര നടക്കാനൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലാണെന്ന് വെച്ചെങ്കിൽ ഈ ഭാഗത്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒന്നുകൂടി എളുപ്പം. മറ്റേത് വേണമെങ്കിലും നമുക്കത്ര ഇതില്ല കേട്ടോ. ഈ റോഡ് നേരെ പോണത് അവൻ്റെ ബസ് വരുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ആൾക്ക് അത്ര വിഷമമൊന്നുമില്ല. ഇപ്പോൾ സ്കൂളിലേക്ക് പോവുക, ഫ്രണ്ട്സും കാര്യങ്ങളും വണ്ടിയിൽ ആ ഒരു ലെവലൊക്കെ ആയിട്ടോ. എനിക്കെന്നാലും അവനെ കൊണ്ടാക്കി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ മാതിരി അവിടെ ഇവിടെയൊക്കെ വിളിക്കണ പോലെയൊക്കെ തോന്നും. അപ്പം നമ്മളിപ്പോൾ ആ റോഡ് ഇതാ നേരെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ കാണുന്ന മരത്തിൻ്റെ ആ ഭാഗത്താട്ടോ. ഇപ്പം അവിടെ ആ മരം വീണതാട്ടോ. അത് എന്ത് മരമാണെന്നൊന്നും എനിക്കറിയില്ല. അതാ സൂം ചെയ്ത് കാണിക്കണുണ്ടോ ആ മരം. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ എടുത്താണ് കേട്ടോ. വണ്ടി വരുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ ഇവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് പോണ വണ്ടിക്കൊക്കെ നിർത്താൻ പറയും, സ്റ്റോപ്പ് എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് ധ്യാനുട്ടൻ്റെ പണി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനാച്ചെങ്കിൽ വേഗം വണ്ടി വരണം. എന്താ ബസ് വരാത്തതെന്ന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എത്തി നോക്കും. അതൊക്കെ ഓടരുതിട്ട് പിന്നാലെ ഓടുന്നത്. വന്നു ഉമ്മതാ. പോയി ഇരുന്നുണ്ട്, കാണാനൊന്നുമില്ല. ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് ബസ്സിൽ ഒരു 2-3 ചേച്ചിമാരുണ്ട്. അവരെ നോക്കലാണ്, അവരുടെ അടുത്ത് പോയിട്ട് ഇരിക്കുക. അപ്പോൾ അവരുണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നു വണ്ടിയിലിരുന്നിട്ട് കേട്ടോ. എന്നിട്ട് എവിടെയോ പോയി ഇരുന്നു. അവരുടെ അടുത്ത് തന്നെയാവും ഇരുന്നിട്ടുണ്ടാവുക. അവരുണ്ടെച്ചെങ്കിൽ അവരുടെ അടുത്ത് തന്നെ കേട്ടോ പോയിട്ട് ഇരിക്കുക. അവരായിട്ട് നല്ല കമ്പനി. ഒരു 2-3 പെൺകുട്ടികളുണ്ട്. ഞാനപ്പോൾ അതാ വീടെത്തി കേട്ടോ. ഇന്ന് മഴയൊന്നും പെയ്തില്ല കേട്ടോ. ഞാൻ മഴക്കാറ് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മഴ പെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയൊന്നും പെയ്തില്ല. ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടി, മെയിൻ പണിയിലേക്കാണ് ഇനി കിടക്കണത്. നമ്മുടെ അലക്കൽ സെക്ഷൻ. നമ്മുടെ ജനലിലൊക്കെ കുന്നുകൂടി ഉണ്ടാവും. പിന്നെ അതേപോലെ ബെഡിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറക്കിയിട്ട് നമ്മളിനി നേരെ അലക്കാൻ പോകും കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഊരിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ പറക്കിയിട്ട് അലക്കുകല്ലിൻ്റെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ധ്യാനുവിന് കൊടുത്ത പാത്രം തന്നെ കേട്ടോ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കഞ്ഞി സാമ്പാറൊക്കെ സൈഡിലുണ്ട്. പിന്നെ അവന് കൊടുത്ത മുട്ട അവൻ കുറച്ച് കഴിച്ചു. പിന്നെ മഞ്ഞരിക്കണ കണ്ണേട്ടൻ കഴിച്ചതിൻ്റെ. പിന്നെ ഉപ്പേരി, കറി ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ ധാരാളം. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി കേട്ടോ. കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ യൂട്യൂബുമായിട്ട് ഇരിക്കും കേട്ടോ. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചെങ്കിൽ അങ്ങനെ നോക്കും. ഇനി എടുക്കാനുള്ള വീഡിയോസുകളൊക്കെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ എൻ്റെ ഡയറിയൊക്കെ അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഒരു 1 മണി വരെയൊക്കെ അതിനായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് വെച്ചെങ്കിൽ പോവും. എന്നിട്ട് പിന്നെയും തിരിച്ചു വരും. 1 മണി വരെ യൂട്യൂബിനായിട്ടിരിക്കും. എഡിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ വല്ല വീഡിയോസ് എടുക്കാനുള്ളതാണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ കുറേ ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ഒരു 10-10:15 ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും യൂട്യൂബിൻ്റെ കാര്യത്തിനായിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ആ സമയമാണ്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കുകയാണെങ്കിൽ വരാം ഞാൻ, അല്ലെങ്കിൽ 1 മണിക്ക് കാണാം കേട്ടോ. ഉച്ചയായി, ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എന്താ പറയുക, വെറും യൂട്യൂബ് വീഡിയോ എഡിറ്റിങ് അങ്ങനെയല്ല, ഇതിൻ്റെ ഇടയിൽ മഴയൊക്കെ വന്നു, അപ്പോൾ തുണികളെടുക്കാനൊക്കെ പോയി. അങ്ങനെ ഇടയിൽ കുറച്ച് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് അലക്കി തുണികളൊക്കെ ഉണങ്ങി തുടങ്ങിയത് കൂടുന്ന് വെച്ചിട്ട് രാത്രിക്കുള്ള പണിയാണ് മടക്കാനുള്ളത്. ഫുഡ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണേട്ടം വരും. കണ്ണേട്ടൻ വന്നിട്ടില്ല കേട്ടോ. കണ്ണേട്ടൻ വൈകും പറഞ്ഞു. ധ്യാനം കുറച്ച് കഴിയുമ്പോഴേക്കും വരും കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവന് അവലുണ്ടാക്കാൻ വിചാരിച്ചു. തേങ്ങയൊക്കെ ചിരകായിരുന്നു കേട്ടോ. അപ്പോൾ അതിനി കുഴച്ച് സെറ്റാക്കാണ്ട്. അപ്പോൾ അവലൊക്കെ അതാ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അച്ഛന് ചായ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ സമയം 3:45 സമയമാണ് കേട്ടോ. അപ്പോൾ അച്ഛന് ചായയും കൂടി ഉണ്ടാക്കിയിട്ട് ധ്യാനുവിനെ വിളിക്കാൻ പോവാ വിചാരിച്ചു. ഞാനപ്പോൾ ധ്യാനുവിനെ വിളിക്കാൻ പോകട്ടെ. കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി മുഖമൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. വിളിക്കാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷം, കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ. ഇതപ്പോൾ ധ്യാനു എത്തി. ബസ് ഇറങ്ങി ഇതായി വരണമൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കണം അവന് വീടിൻ്റെ അവിടേക്ക് ഓടണം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ് നടക്കുന്നത് കേട്ടോ. കൈ വിട്ടിട്ട് ഓടാൻ നിൽക്കുക. ഓടി നിന്നിട്ട് ലാസ്റ്റ് പറഞ്ഞത് കേൾക്കാണ്ട് ഓടിയിട്ട് വീഴാം. അപ്പോൾ അങ്ങനെ ധ്യാനോട്ട് സ്കൂളിൽ പോയി വന്നു, വിയർത്തു. അച്ഛേ എന്തൊക്കെ ഒരു മുട്ട ഇട്ടിട്ട് പത്തണം. അത് ആദ്യം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൽ. കുട്ടിയായിട്ട് പാപ്പ കഴിച്ചിട്ടാണ് ധ്യാനോട്ട് എന്ത് കഴിക്കുക, മുട്ട കഴിക്കാൻ. അപ്പം ഞങ്ങൾ കുളിക്കട്ടെ, എന്നിട്ട് അവൽ പാപ്പ അമ്മ ഉണ്ടാക്കിയ അവൽ അത് കഴിക്കട്ടെ. എന്നിട്ട് നമ്മൾ മുട്ട എന്നിട്ട് നമ്മൾ മുട്ടായി ഒരെണ്ണം എല്ലാവർക്കും ഉണ്ട്. അമ്മയ്ക്കും അച്ഛനും. ഞാനും ഒരെണ്ണം, ഞാൻ ഒരെണ്ണം, അമ്മ ഒരെണ്ണം, അച്ഛനും ഒരെണ്ണം. കാലി പാൻറ് അയച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പാൻറ്റൊക്കെ ഞങ്ങൾ അയച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ല എന്ന്. അപ്പം ഞങ്ങൾ വേഗം കുപ്പായ ഊറിനേൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തതാണ്. ഞാൻ ചുണ്ടരം പോയിട്ട് കുളിക്കട്ടെ. ധ്യാനോട്ടം വന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ബുക്കും അതേപോലെ എന്തൊക്കെ പഠിപ്പിച്ചതെന്നും പിന്നെ അതുപോലെ ബോക്സും സ്നാക്സ് ബോക്സൊക്കെ എടുത്ത് നോക്കൂട്ടാ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എയും രായുമാണ്. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോക്സിൽ റബ്ബറില്ല, സ്ലേറ്റ് പെൻസിലില്ല, അതൊക്കെ എവിടെയാണോ അവ കൊണ്ടുപോയി കളഞ്ഞിരിക്കുന്നത് അവനറിയില്ല എന്ന് അവൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, അമ്മ തന്നതൊക്കെ കഴിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് പഴം എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കൊടുത്തയച്ച നമ്മൾ ഓംപ്ലേറ്റാണല്ലോ കൊടുത്തയച്ചത്, അപ്പോൾ അത് കഴിച്ചേക്കണു കേട്ടോ. പിന്നെ സ്നാക്സ് ബോക്സിൽ അവൻ പറഞ്ഞ പോലെ തന്നെ പഴം കഴിച്ചിട്ടില്ല. പിന്നെ കടലയും ബിസ്ക്കറ്റും ആണല്ലോ പിന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാച്ചെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, കൊടുത്തയച്ചൊക്കെ കഴിച്ചത് കാണുമ്പോഴേ. പിന്നെ അതാ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ ഞാൻ അവനെ. അവിടെ നിന്നൊന്നും കിട്ടിയില്ലേ? അവിടെ എന്തുണ്ടായിരുന്ന സാമ്പാർ. ഇതെന്താ സാമ്പാർ കൂട്ടാഞ്ഞ്? നീ എന്താ കൂട്ടാഞ്ഞ്? കൂട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അത് ഉപ്പേരി ഉണ്ടായിരുന്നു. ഉപ്പേരി പറഞ്ഞ ബീട്രൂട്ട് അല്ലേ? ബീട്രൂട്ട് കൂട്ടില്ലേ? എന്നോട് ഓംപ്ലേറ്റ് തരാൻ പറഞ്ഞിട്ടേ ഞാൻ ഓംപ്ലേറ്റ് കൊടുത്തു. ആ കുട്ടി എന്നിട്ട് എന്താ തന്നു? എനിക്കൊന്നും തന്നില്ല, എനിക്കിഷ്ടല്ല ഉപ്പേരി. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ധ്യാനോട്ടന് ഇതേപോലെ എന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണട്ടെ. വന്ന വഴിക്കൊന്നും പറയില്ല, വന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലും ഒന്നും പറയില്ല. പിന്നെ അവനെ കുത്തി ചോദിക്കണമെന്ന് ഇഷ്ടമല്ല. അപ്പോൾ വന്ന വഴിക്ക് അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. അവൻ തന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്നോട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവന് സ്നേഹപ്രകടനമാണ്. ഡ്രസ്സ് ഇടുന്ന സമയത്തൊക്കെ സ്നേഹപ്രകടനമാണ്, ഉമ്മകളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്.
അത്ര നേരം കാണാണ്ടുള്ള എൻ്റെ ആ ഒരു ഇതൊക്കെ. ഉറക്കെ പറയും ധ്യാനൂട്ടനെ കഴിക്കാനൊക്കെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണേട്ടൻ വന്നു കേട്ടോ. കണ്ണേട്ടൻ ശരിക്കും ധ്യാനം വരുന്നതിൻ്റെ മുന്നേ വരും കേട്ടോ. ഇന്ന് കണ്ണേട്ടനെ എവിടേക്കോ പോകാണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം നല്ലോണം ലേറ്റ് ആയിട്ടാട്ടോ ഒന്ന് വന്നത്. പിന്നെ വന്ന വഴിക്ക് കണ്ണേട്ടൻ നേരത്തെ വന്നാലും എത്ര നേരം വൈകി വന്നാലും റൂമിൽ വന്നിട്ട് ഞങ്ങളുടെ ഒപ്പം കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ണേട്ടൻ കുളിക്കാനൊക്കെ പോവുള്ളൂ. ഇപ്പോൾ ആ ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും അവിടെ ഉണ്ടാവും. ധ്യാനേട്ടൻ ചിലപ്പോൾ പുറത്തേക്ക് പോവും, അങ്ങനെ വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ 2 പേരും ആ ഒരു സമയത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. കണ്ണേട്ടൻ എന്തെങ്കിലുമൊക്കെ വന്ന വഴിക്ക് എന്നോട് പറയാണ്ടാവും, ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയാണ്ടാവും. അപ്പോൾ ആ ഒരു സമയമാണ് കേട്ടോ അത്. പിന്നെ കണ്ണേട്ടൻ മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ധ്യാനേട്ടൻ പൊട്ടിച്ചിട്ട് റൂമിലൊക്കെ ഉള്ള സമയത്താണെന്ന് വെച്ചെങ്കിൽ എനിക്കും അതേപോലെ കണ്ണേട്ടനൊക്കെ കഴിക്കാൻ തരും കേട്ടോ. അപ്പോൾ അവൻ്റെ മിഠായി തരുന്ന ഒരു നേരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സമയമാണ്. കാരണം അന്നത്തെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മോട് പറയാൻ കണ്ണായിട്ടിരിക്കും. അതേപോലെ ഞാൻ തിരിച്ചങ്ങോട്ടും. പിന്നെ അത് ധ്യാനേട്ടൻ മിഠായി തിന്നിട്ട് അവിടെ ന്യായം വെക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഒരു മിഠായും കൂടി അവിടെ ഉണ്ട്, അതും കൂടി എനിക്ക് തരണം എന്ന് പറയണം മറ്റാൾ. പിന്നെ കണ്ണേട്ടൻ ഇതാ കുളിക്കാൻ പോകണം പറഞ്ഞിട്ട് കുളിക്കാൻ പോയിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്യാനേട്ടൻ കുറേ നേരം എൻ്റെ മടിയിൽ കയറുന്നു. അപ്പം ഞാൻ അവനോട് ഓരോന്നൊക്കെ പറയുമായിരുന്നു. കുഞ്ഞിതാവുമ്പോൾ കിടന്നായിരുന്ന പോലെ നമ്മുടെ മടിയിൽ കിടക്കുക. കാഴ്ചയൊക്കെ പുറത്തേക്ക് വരും. മോനു എന്ത് ബ്യൂട്ടിഫുൾ. മൂക്ക് മൂക്ക്, അയ്യോ മിന്നും മൂക്ക്. താടി താടി, കാത് കാത്. മമ്മി പിടിക്കും പിടിക്കും. മമ്മി എന്ത് പിടിച്ചിട്ട് 2 കൈ കൊണ്ട് പിടിക്കേ. മമ്മി എന്ത് ബ്യൂട്ടിഫുൾ. മോനു എന്ത് ബ്യൂട്ടിഫുൾ. പിന്നെ എന്താ കണ്ണേട്ടൻ പുറത്തേക്ക് പോകാൻ റെഡി ആവാട്ടെ, ജിമ്മിലേക്കാണ്. അപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അതാണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കൺട്രോള്. അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അതാണ്. ബൈ. ഇനി എനിക്ക് ആ ഇരിക്കണത് അലക്കാനുള്ളതല്ല കേട്ടോ, മടക്കി വെക്കാനുള്ളതാണ്. അതൊക്കെ മടക്കി വെക്കാണ്ട് പിന്നെ റൂമൊക്കെ ഒന്ന് ഒതുക്കാണ്ടൊക്കെ വലിച്ചു വാരിയിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഉറങ്ങണതിൻ്റെ മുന്നേ ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ട് അടിച്ചൊക്കെ വാരി സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാണ്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ധ്യാനൂട്ടനെ പഠിപ്പിക്കായിരുന്നു. സ്ലേറ്റ് ഞാൻ കുറച്ച് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ നിൽക്കും കേട്ടോ. ഇത് വലുത്, ഇത് ചെറുത് അല്ലേ. വലുതിനെ നമ്മൾ ബിഗ് എന്ന് പറയും, ചെറുതിനെ നമ്മൾ സ്മോൾ. ബിഗ് ആൻഡ് സ്മോൾ. ഓക്കെ, ഇതില് ബിഗും സ്മോൾ ഏതാ? ബിഗ് ഇത് അല്ലേ. ഇത് സ്മോൾ. ഇതിലെയോ? ഇതിലോ? ഇതോ? ഞാൻ ബിഗ് ആൻഡ് സ്മോൾ മനസ്സിലായില്ലേ? അതിലത്രേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ വാട്ട് ഈസ് യുവർ മദർ നെയിം? മദർ മദർ നെയിം. വാട്ട് ഈസ് യുവർ ഫാദർ നെയിം? ഇങ്ങനെ ഒഴുകുണ്ടായിരുന്നു. പുഴയുടെ അപ്പുറത്ത് ഒരു കരിമീൻ തോട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം വിശന്ന് വലിഞ്ഞ കുറുക്കൻ കരിമീൻ തോട്ടത്തിൽ നോക്കിയിരുന്ന് അപ്പുറത്തെത്താനുള്ള വഴി ആലോചിച്ചു. ഈ ഒട്ടകത്തിന്റെ പുറത്തിരുന്നിട്ട് അപ്പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. ഒട്ടകമേ, എന്റെ ചങ്ങാതി, നീ ആ കരിമീൻ തോട്ടം കണ്ടാലും നമുക്ക് അപ്പുറത്ത് പോയി സുഖമായി ഭക്ഷിച്ചിട്ട് വരാന്ന് ആര് പറയും? കുറുക്കൻ ഒട്ടകത്തോട് പറയും.
കുറുക്കൻ പറഞ്ഞതനുസരിച്ച് ഒട്ടകം സമ്മതിച്ചു. രണ്ടുപേരും ഈ മാമയുടെ കരിമ്പ് തോട്ടത്തിൽ കയറിയിട്ടില്ലേ, കരിമ്പൊക്കെ തിന്നു. ഈ മാമ വെച്ച കരിമ്പ് തോട്ടത്തിൽ കയറിയിട്ട് ഈ കുറുക്കനും അതേപോലെ ഒട്ടകവും ഭക്ഷിച്ചു. വയറ് നിറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് പറ്റിയത് പറ്റി, നമുക്ക് തിരിച്ചു പോകാം. കുറുക്കൻ വേഗം ഒട്ടകത്തിന്റെ പുറത്ത് കയറി. ഒട്ടകം പുഴയിലൂടെ നടന്ന് നടുക്കെത്തിയതും ഒറ്റ മുങ്ങി. കണ്ട, വയറ് നിറഞ്ഞാല് എനിക്ക് വെള്ളം കണ്ടാൽ മുങ്ങണം. എന്റെ സ്വഭാവം അതാണ്. ഗുണപാടെന്താ? ചങ്ങാതിയെ ചതിക്കരുത്. മനസ്സിലായി? എന്ന് വായിൽ വരും. ചങ്ങാതിയെ എന്താ ചതിക്കരുത്. പണ്ടൊരു കാട്ടില് ഒരു ആളില്ലേ വല വിരിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടാനേ വിരിച്ച വലയിലില്ലേ പാവം പൂച്ചകപ്പെട്ടത് കണ്ട. രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. രക്ഷപ്പെടാൻ ഈ വലയിൽ കുടുങ്ങിയിട്ടില്ലേ, പൂച്ചക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. പൂച്ചയെ സ്വതന്ത്രമാക്കി. നമ്മളെ എലിക്കുട്ടല്ലേ പൂച്ചയെ രക്ഷിച്ചു. വലയില് ഈ വല ഇങ്ങനെ കടിച്ച് ഇതൊക്കെ അല്ലേ കരണ്ട് രക്ഷിച്ചു ആയിരം പേരിലിരുന്ന് കഥ കേട്ടിട്ട് പാറബാക്കിയായി. ഞാൻ വളവും വേണ്ട, ചെരിവും വേണ്ട, തിരിവും വേണ്ട, കുനിവും വേണ്ട, കുനിവും കുത്തനെയൊരു വര, കുറിയ വര. അപ്പം തന്നാൽ ഇപ്പം പാടാം. അപ്പം തന്നാൽ ഇപ്പം പാടാം. ചക്കര തന്നാൽ പിന്നെയും പാടാം. നല്ല പാട്ടല്ലേ? പഠിപ്പ് കഴിഞ്ഞു. പഠിപ്പ് കഴിഞ്ഞു. ധ്യാനൂട്ടൻ്റെ പഠിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ബാഗിലൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ മുടി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അതേപോലെ മുടിയൊക്കെ കെട്ടിയിട്ട് മുകളിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കട്ടെ. പിന്നെ കിടക്കണ നേരത്ത് ക്ലിപ്പ് ഊരിയിട്ട് അങ്ങനെ കിടക്കുക ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മേലെഴുകാൻ. പിന്നെ നമ്മളെ മുടി കെട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടി കടം കൊടുത്തിട്ടൊക്കെ മുടി കെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് കണ്ണടയിൽ നോക്കിയിട്ട് ഭയങ്കര ചെറിയും നോട്ടും ഒക്കെ ഉള്ള സമയമാണ്. കുറച്ചധികം നേരം എൻ്റെ ഈ മുടി കെട്ടിന് വേണ്ടി വരും. ഞാൻ ഈ സമയത്ത് ഇത് നന്നായി സ്പീഡാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. കുറേ അധികം നേരം ഞാൻ സമയം എടുത്തിട്ട് ചെയ്യണതാണ് എൻ്റെ ഈ മുടി കെട്ട്. കുറേ നേരം കണ്ണാടി നോക്കിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചിരിച്ചിട്ടും ഒക്കെ ആയിട്ട് നിൽക്കും. പിന്നെ ധ്യാനത്തിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞു. അമ്മ അടുത്ത് കിടന്നാൽ ഞാൻ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് അവൻ്റെ ഒപ്പം കിടക്കാൻ വേണ്ടി വന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇനി മേലെടുക്കാനൊക്കെ ഉണ്ട്. കണ്ണേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ധ്യാനോട്ടം നല്ല ഉറക്കമായിട്ടോ. പിന്നെ അതാ നമ്മുടെ കണ്ണേട്ടൻ വന്നു. കണ്ണേട്ടൻ വരുന്ന വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ ക്യാമറ ഓണാക്കി പിടിച്ചിട്ട് ഇത് നിൽക്കായിരുന്നു കേട്ടോ. അത് കാരണം ഈ വരുന്നത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. പിന്നെ ഭയങ്കര ക്ഷീണം വേർത്തിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് ആ വെള്ളം ഫുള്ളായിട്ട് അവിടെ നിന്ന് കുടിച്ച്. പിന്നെ എന്നോട് എന്തോ പറഞ്ഞു കേട്ടോ. അതെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തോ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു. അതെന്താണെന്ന് ഓർമ്മയില്ല. പിന്നെ കുളിക്കാൻ ഉടനെ പോയില്ല. ഒരു 2-3 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എന്തോ 2 വർത്തമാനം പറഞ്ഞ് വേഗം പിന്നെ കണ്ണേട്ടൻ കുളിക്കാൻ പോയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി മേല് കഴുകി. അപ്പോൾ ഇത് ഞാൻ മേല് കഴുകിയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മേല് കഴുകിയെന്ന്. എൻ്റെ മേല് കഴുകലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പോഴേ നല്ല ലെങ്തായി വീഡിയോ. എന്തായാലും ഒരു ദിവസത്തെ ഫുൾ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും എടുക്കണ്ടേ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കണത് വെള്ളമൊക്കെ കൊടുന്ന് വെച്ചു. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം, അതേപോലെ ധ്യാനനും കുടിക്കാൻ വെള്ളമൊക്കെ കൊടുന്ന് വെച്ചു എന്നാട്ടേ കാണിക്കണത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. അപ്പോൾ കണ്ടിട്ട് ലേറ്റ് കിടത്താൻ പോണതിൻ്റെ മുന്നേ ഒന്ന് കിടന്നിട്ട് ആദ്യം ഇവർക്ക് കാണിച്ചു കൊടുക്കുക. ലേറ്റ് കിടത്തി പിന്നെ ഇവർക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിടക്കണം വീഡിയോ ഇട്ട്. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫാക്കി ഞങ്ങൾ കിടന്നു.
അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ വിശേഷങ്ങളായിരുന്നു. പരമാവധി നമ്മൾ എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്ര അതിൽ എടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴും ഒരുപാട് കാണുമ്പോഴും ഒരു ബോറടി ഉണ്ടാവും. എന്നാലും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ നമ്മളെല്ലാ വിശേഷങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പണിയുള്ളതും പിന്നെ അതേപോലെ ധ്യാനത്തിന് ക്ലാസ് ഉള്ളതും എനിക്ക് ഓൺ ഡ്യൂട്ടി സമയമുള്ളതും ആയ ഒരു ദിവസമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.